ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള വൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീട്രൂട്ട് വൈൻ 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൻ തന്നെ കിട്ടുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈനാണ് ഇത്. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. കാരണം ഇത് ഇരിക്കും തോറും നല്ല സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി വാങ്ങാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് വെച്ചിട്ട് വേണം വൈൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഒരു പീലർ വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തൊലി കളഞ്ഞ് അതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ബീട്രൂട്ടൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലത്തെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളിൽ വെച്ചിട്ട് ഒന്ന് ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബീട്രൂട്ടും ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈനിന് ഒരു ചെറിയ പുളി ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൂടി വെച്ച് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേവണ വരെ ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ബീട്രൂട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യണ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളായാലും സ്ട്രെയിനറായാലും സ്പൂണുകളായാലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ വെയിലത്ത് വെച്ച് അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇനി ചെയ്യണ സ്റ്റെപ്പുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് സ്പൂണ് വെച്ച് നന്നായി പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ചൂടുള്ളത് കൊണ്ട് സ്പൂണ് വെച്ചിട്ട് മാത്രമേ നമുക്ക് പ്രസ് ചെയ്ത് ജ്യൂസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ, പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ ബീട്രൂട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ ഇപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുക്കണത്. ഇപ്പോൾ ബീട്രൂട്ട് ഞാനിവിടെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കൊറ്റനുണ്ടല്ലോ, അത് നമ്മൾ വേവിച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം കൂടിയും ഒഴിച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് ഒന്നും കൂടിയും വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിൽ നിന്ന് ഫുള്ളും ജ്യൂസ് കിട്ടാനായിട്ടാണ് നമ്മൾ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും അത് വെന്ത് കിട്ടാനും അതിൻ്റെ ജ്യൂസ് നല്ലോണം ഇറങ്ങി വരാനായിട്ട്. ഇപ്പം ഞാൻ ബീട്രൂട്ടിലേക്ക് 2 ലിറ്റർ വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ 1.5 കിലോ ബീട്രൂട്ടിലേക്ക് മൊത്തം 3.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാനായിട്ട് എടുക്കണത്. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടു, ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ജ്യൂസൊക്കെ നന്നായിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത്
കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ പിഴിഞ്ഞെടുക്കാം. ആദ്യം ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിലൊന്നും വെള്ളത്തിൻ്റെ നനവോ ഒന്നും ഇല്ലാണ്ട് വേണം നമ്മളിത് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ജ്യൂസും പിഴിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ഇത്ര ബീട്രൂട്ട് ജ്യൂസാണ് നമ്മൾ എടുത്തിട്ടുള്ള ബീട്രൂട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ 100 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്ന വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ മധുരത്തിനനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എനിക്കിവിടെ 1 കിലോ 100 ഗ്രാമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. വൈൻ എന്ന് പറയണത് നല്ല മധുരമൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു ചെറിയ ചവർപ്പും ഒക്കെ ആയിട്ടായിരിക്കും വൈൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ വൈൻ ഉണ്ടാക്കാനായിട്ട് പോണത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പിൽ കുറച്ച് താഴെയായിട്ട് മുഴുവൻ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള ഗോതമ്പാണ്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഗോതമ്പ് ഇല്ലെങ്കിൽ സൂചി ഗോതമ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഇതുപോലെ 2 വലിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഇടിക്കല്ലിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടിക്കല്ല് നല്ല ഉണങ്ങിയിട്ടുള്ളതാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ വൈൻ കേട് വന്ന് പോകാണ്ടിരിക്കാനാണ് ഇതൊക്കെ പിന്നെയും പറയണത് കേട്ടോ. അപ്പം ഞാൻ വൈൻ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അതുപോലെയാണ് വൈൻ ഉണ്ടാക്കാനായിട്ട് ഇടേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വൈൻ പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്പൈസസ് ഒക്കെ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വൈന് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ വൈൻ ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ ഭരണിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചൂടാറിയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇതുപോലത്തെ അരിപ്പ് വെച്ച് ഒന്നും കൂടി ഒന്ന് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും തന്നെ ബീട്രൂട്ടിൻ്റെ അംശങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും. ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ വേണം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഫെർമെൻറ്റേഷൻ നടക്കാനുള്ളത് കൊണ്ട് ഒരു 1/4 ഭാഗം വിട്ട് വെക്കണം. അതിനനുസരിച്ചുള്ള പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിത് വലിയ പാത്രം ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ജ്യൂസിനനുസരിച്ച് വേണം എടുക്കുന്ന പാത്രങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഡയറക്റ്റായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ്
ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു തടിത്തവി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ വൈൻ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമ്മളിത് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരേ സമയത്തും ഒരേ ഡയറക്ഷനിലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന തവി ഉണങ്ങിയതാവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ദിവസം ഇളക്കി കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ വൈൻ കേട് വന്ന് പോവുമൊന്നുമില്ല. എങ്കിലും ദിവസവും ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് 7 ദിവസമാണ് വെക്കണത്. എന്നിട്ട് 8ാമത്തെ ദിവസമാണ് നമ്മളിത് വൈൻ എടുക്കുക. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ മൂടിയുമേ ഉണ്ടായിരുന്ന വാഷർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ് ഉള്ളത് വെച്ചാൽ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഫുൾ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെളിച്ചം കടക്കാത്ത ഒരു ഭാഗത്തായിട്ട് ഈ വൈൻ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ദിവസം ഇത് നോക്കാം. അപ്പം ഞാൻ വൈൻ ഇതേപോലെ മൂടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു തുണി ഇതേപോലെ മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വൈൻ ഇട്ടിട്ടുള്ള 2ാമത്തെ ദിവസമാണ് ഇത് നമ്മളിപ്പോൾ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കണത്. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഈച്ചകളോ പ്രാണികളോ ഒക്കെ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുറുമ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു വാസനയാണ് വരുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമൊന്നുമില്ലാത്ത ഒരു കയ്യിൽ വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വീണ്ടും മൂടി കെട്ടി വെക്കുന്നുണ്ട്. അപ്പം മൂടി കെട്ടുമ്പോൾ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ വൈൻ 7 ദിവസം കഴിഞ്ഞത് 8ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ തുറക്കാനായിട്ട് പോണത്. അപ്പം നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് പതുക്കെ അരിച്ചെടുക്കാം. അപ്പോൾ കുപ്പി അനക്കാതെ നമ്മൾ പതുക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ ഗോതമ്പിൻ്റെ അംശമൊന്നും ഇതിൽ പെടാണ്ട് പതുക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കണ പാത്രങ്ങളായാലും അരിപ്പി ആയാലും നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാണ്ട് പതുക്കെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഗോതമ്പൊക്കെ അടിയിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഭാഗം എടുക്കില്ല, ഇത് പതുക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വൈൻ ഇവിടെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലോ ഗ്ലാസ് ജാറിലോ ഒക്കെ ആക്കി വയ്ക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ആക്കി വെക്കണത്. അപ്പോൾ എനിക്ക് ഇത്രയും വൈനാണ് 1.5 കിലോ ബീട്രൂട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വൈനിൽ ലാസ്റ്റ് വരുന്ന കുറച്ച് അടിഭാഗത്തെ വൈൻ ഞാൻ വേറൊരു ബോട്ടിലിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് നമ്മുടെ മട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ വേറൊരു അര ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു 5-7 ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് അതിൽ നിന്ന് മോൾ ഭാഗത്ത് വൈൻ എടുത്താൽ മതി. അടിയിൽ അതിൻ്റെ മട്ടൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീട്രൂട്ട് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വീര്യം കൂടിയിട്ടുള്ള ഒരു വൈനാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ്. അപ്പം നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വൈനാണിത്. അപ്പം ഞാൻ വൈൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മുടെ വൈൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ ബീട്രൂട്ട് വൈനൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വൈൻ റെഡിയായി കിട്ടും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.